സ്വാമിയപ്പ അയ്യപ്പ കാക്കണമപ്പ അയ്യപ്പ എൻ ഗുരുനാഥ അയ്യപ്പ ഇല്ലാതില്ല അയ്യപ്പ അയ്യപ്പ അയ്യപ്പോ സ്വാമി ശരണം. അയ്യപ്പനെ കാണാൻ പുല്ലുമേട് വഴിയും എരുമേലി വഴിയും കാനനപാതയിലൂടെ കിലോമീറ്ററുകൾ നടന്ന് ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായി പ്രത്യേക സംവിധാനം ഉടൻ ഒരുക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. ഇത്രയും ദൂരം നടന്നു വരുന്ന ഇവർക്ക് വനം വകുപ്പുമായി സഹകരിച്ച് പ്രത്യേക ടാഗ് നൽകും. പമ്പയിൽ നിന്ന് സ്വാമി അയ്യപ്പൻ റോഡ് വഴി സന്നിധാനത്തേക്ക് വരാവുന്നതാണ്. നീലിമല വഴി പോകണം എന്നുള്ളവർക്ക് ആ വഴിയും തിരഞ്ഞെടുക്കാം. മരക്കൂട്ടത്ത് വച്ച ശരംകുത്തി വഴി ഒഴിവാക്കി ഈ തീർത്ഥാടകർക്ക് ചന്ദ്രാനന്ദൻ റോഡ് വഴി സന്നിധാനത്ത് പ്രവേശിക്കുകയും ചെയ്യാം. അങ്ങനെ പുല്ലുമേട് നിന്നും എരുമേലിയിൽ നിന്നും പ്രത്യേക പാതയിലൂടെ വന്ന് നടപ്പന്തലിൽ എത്തുന്ന പ്രത്യേക ടാഗ് ധരിച്ച തീർത്ഥാടകർക്ക് പ്രത്യേക വരി ഉണ്ടാകുകയും ചെയ്യും. ഈ വഴിയിലൂടെ തീർത്ഥാടകർക്ക് ദർശനം നടത്തുകയും ചെയ്യാം. വനം വകുപ്പുമായി സഹകരിച്ചാണ് ഈ പുതിയ സൗകര്യം ഏർപ്പാടാക്കുന്നത്. കാനനപാതയിലൂടെ വരുന്ന തീർത്ഥാടകർക്ക് പ്രത്യേക ടാഗ് നൽകേണ്ടത് വനം വകുപ്പാണ്. പുതിയ സംവിധാനം ഉടൻ തന്നെ നിലവിൽ വരും എന്ന് പ്രസിഡന്റ് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. കാരണം പുല്ലുമേട് വഴി വരുന്നവർ 38 കിലോമീറ്റർ നടന്നാണ് വരുന്നത്. എരുമേലി വഴി വരുന്നവരായാലും 18 കിലോമീറ്റർ നടന്നാണ് വരുന്നത്. ഈ നടന്നു വരുന്നവർക്കൊരു പരിഗണന വേണം. അത് ഇന്നലെ ബഹുമാനപ്പെട്ട ADMന്റെ നേതൃത്വത്തിൽ കൂടിയ അവലോകന യോഗത്തിൽ വന്നൊരു വിഷയമാണത്. അതുകൊണ്ട് വനം വകുപ്പുമായും കൂടി ചേർന്നിട്ട് അവർക്കൊരു പ്രത്യേക ടാഗ് കൊടുത്ത് അവരെ പമ്പയിലേക്ക് എത്തുമ്പോൾ പമ്പയിൽ നിന്ന് മുകളിലോട്ട് കയറുമ്പോൾ സ്വാമി അയ്യപ്പൻ റോഡ് വഴി മരക്കൂട്ടത്ത് വന്ന് ചന്ദ്രാനന്ദൻ റോഡ് വഴി നടപ്പന്തലിലേക്ക് കൊണ്ടുവന്ന് ഈ പുല്ലുമേട്ടിൽ നിന്ന് വരുന്ന ആളിനും കൂടി ചേർത്ത് ഒരു പ്രത്യേക ക്രമീകരണം ഉണ്ടാക്കാനാണ് ദേവസ്വം ബോർഡും ഞങ്ങൾ സർക്കാർ സംവിധാനവുമായിട്ട് ആലോചിക്കുന്നത്. അതിനെ വനം വകുപ്പുമായി കൂടി ചേർന്നുകൊണ്ട് വളരെ പെട്ടെന്ന് ആ പദ്ധതി നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്.